ഹലോ അസ്സാം വലൈക്കും, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ പുതിയൊരു വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നോമ്പും പെരുന്നാളും എല്ലാം കഴിഞ്ഞ് നല്ല മഴ തകർത്ത് പെയ്ത കുറച്ച് ദിവസങ്ങളായിരുന്നു കേട്ടോ പിന്നീട്. അപ്പോൾ ആ ഒരു 5 ദിവസത്തെ എല്ലാ വിശേഷങ്ങളും കുക്കിങ്ങും എല്ലാം ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണുക. അപ്പോൾ ഇവിടുത്തെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മഴ എന്നാണ് കിട്ടുന്നതെന്ന് പറയുന്നതനുസരിച്ച് കറക്റ്റ് ആ ഒരു സമയത്ത് തന്നെ ആയിരിക്കും കേട്ടോ നമുക്ക് മഴ വരിക. പിന്നെ അതിൻ്റെ ക്വാണ്ടിറ്റിയും കാര്യങ്ങളും എല്ലാം അതേപോലെ തന്നെയായിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു കനത്ത മഴയാണെന്നാണ് കേട്ടോ ഇന്ന് പറഞ്ഞേക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ലഞ്ചിൻ്റെ പരിപാടികളൊക്കെ നേരത്തെ തീർത്തു വെക്കുകയാണ് കേട്ടോ. അപ്പോൾ എന്തായാലും പുറത്തേക്ക് ഇറങ്ങണം, മഴയൊക്കെ ഒന്ന് കാണണം. അപ്പോൾ ഇന്ന് കറിക്ക് മാന്തളാണ് കേട്ടോ വാങ്ങിയത്. അപ്പോൾ അത് തേങ്ങ അരച്ചിട്ടൊരു കറി വെക്കുകയാണ്. തേങ്ങയും മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും മല്ലിപ്പൊടിയും കൂടി നന്നായിട്ട് അരച്ചെടുത്തിട്ടാണ് കേട്ടോ ഈ ഒരു കറി വെക്കുന്നത്. പക്ഷെ മല്ലിപ്പൊടിയുടെ ആവശ്യം ഉണ്ടായിരുന്നില്ല എന്ന് എനിക്ക് തോന്നി. കാരണം മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും മാത്രമുള്ള ആ ഒരു ഫ്ലേവറാണ് കേട്ടോ മാന്തളിന് കുറച്ചും കൂടി നല്ലത്. ഒരുപാട് മസാലയുടെ ആ ഒരു ടേസ്റ്റിനേക്കായും എനിക്ക് അങ്ങനെയാണ് ഫീൽ ചെയ്തത്. അപ്പോൾ മല്ലിപ്പൊടി ഒഴിവാക്കിയാൽ അതാണ് കുറച്ചുകൂടി നല്ലതായിട്ട് തോന്നിയത്. ടേസ്റ്റ് കുറവൊന്നുമില്ല. ആ ഒരു അരച്ച മസാലയിൽ ഉപ്പും നമ്മുടെ പുളിയൊക്കെ ഇട്ടിട്ട് നന്നായിട്ട് തിളപ്പിച്ച് അതിലേക്ക് മാന്തളിട്ട് കൊടുക്കുക. അത് സെറ്റായി കഴിഞ്ഞ് കഴിയുമ്പോൾ നമ്മൾ വെളിച്ചെണ്ണ ചൂടാക്കി അതിലേക്ക് ചെറിയുള്ളിയും പച്ചമുളകും ഇഞ്ചിയും കറിവേപ്പിലയൊക്കെ നന്നായിട്ട് വഴറ്റി അതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. കറി നല്ല അടിപൊളി തന്നെയാണ്, നല്ല ടേസ്റ്റാണ്. പക്ഷേ കുറച്ച് കുറുകലും ഒരു ടേസ്റ്റ് ഡിഫറൻസും നമുക്ക് ഫീൽ ചെയ്യും എപ്പോഴും മല്ലിപ്പൊടി ആഡ് ചെയ്യുമ്പോൾ. അങ്ങനെ ഇതേ കറി അവസാന ഘട്ട പണിയിലാണ് കേട്ടോ. താളിച്ചൊക്കെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഫിഷ് ഫ്രൈ ചെയ്യണം. അപ്പോൾ അതിനുവേണ്ടി മസാലയൊക്കെ ഞാൻ ആദ്യമേ തേച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. ഇനി ഞാനിന്നൊരു ഹെൽത്തി ബോൾസ് ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ. ഇപ്പോൾ നോമ്പും എല്ലാ കാര്യങ്ങളും കഴിഞ്ഞ സ്ഥിതിക്ക് ജിമ്മും വർക്കൗട്ടും എല്ലാം ഒന്നേന്ന് തുടങ്ങണം. അപ്പോൾ രാവിലെ ചായയുടെ കൂടെ ഈ ഒരു ബോൾ ഉണ്ടെങ്കിൽ നല്ലതാണല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് എല്ലാ സീഡ്സും കാര്യങ്ങളൊക്കെ ഞാൻ ഓർക്കാൻ വേണ്ടിയിട്ട് പുറത്തേക്ക് ഇറങ്ങി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊന്ന് വറുത്ത് മിക്സിയുടെ ജാറിലെടുത്ത് വെച്ചിട്ടുണ്ട്. ആ ഒരു സമയത്ത് തന്നെ അതേ മഴ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ എല്ലാവരും പുറത്തേക്ക് ഇറങ്ങിയെന്നും പറഞ്ഞ് എന്നെ വിളിച്ചപ്പോൾ ഞാനും താഴേക്ക് ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇവിടെ ഓരോ പിള്ളേരൊക്കെ വെള്ളത്തിൽ കളി തുടങ്ങിയിട്ടുണ്ട്. ഹാസിമിനെ ഞാൻ ഓൾറെഡി പ്ലേ സ്കൂളിലാക്കി. ഹാറൂനാണെങ്കിലും ഒരു ഫ്രണ്ടിൻ്റെ വീട്ടിൽ പോയേക്കുമായിരുന്നു കേട്ടോ. അതുകൊണ്ട് അവനും ഉണ്ടായിരുന്നില്ല. ഹംദാൻ ഫ്രണ്ട്സിൻ്റെ കൂടെ പുറത്താണ്, ഇക്കായും ഇവിടെ ഇല്ല. അങ്ങനെ കുറേ നേരം മഴയും എല്ലാം കണ്ട് കുറേ നേരം അവിടെ നിന്നു. പിന്നെ ഫോറസ്റ്റ് കയറി പോയൊരു ചായ കുടിക്കാമെന്ന് വിചാരിച്ചിട്ട് പോയി ചായയൊക്കെ കുടിച്ച് ഞങ്ങൾ തിരിച്ചു വരികയാണ് കേട്ടോ. അപ്പം ഞാൻ ഫുഡും കാര്യങ്ങളൊക്കെ ആക്കിയിട്ടുണ്ടായിരുന്നെങ്കിലും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ എനിക്കെന്തായാലും നന്നായിട്ട് വിശക്കുന്നുണ്ട്. അപ്പോൾ തിരിച്ച് ഒരു 5 മണിയൊക്കെ ആയപ്പോഴാണ് വന്ന് ലഞ്ചൊക്കെ കഴിച്ചത്. പിന്നെ മഗ്‌രിബ് നിസ്കാരവും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ബാക്കി പരിപാടികളിലേക്ക് ഇറങ്ങി. അതിൻ്റെ ഇടയിൽ ഹാസിമിനെ ഹംദാൻ പോയി വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവന് വേണ്ടിയിട്ട് കുറച്ച് പഴം വാട്ടുന്നുണ്ട്. അതേപോലെ നമ്മുടെ ഹെൽത്തി ബോൾസിൻ്റെ ബാക്കി പണികളിലേക്ക് ഇറങ്ങാണ് കേട്ടോ. അപ്പോൾ ഈന്തപ്പഴം കുറച്ച് ഹാർഡായിട്ടുള്ളതാണ് എൻ്റെ അടുത്ത് ഉണ്ടായിരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് മിക്സിയുടെ ജാറിൽ അടിച്ചപ്പോൾ മിക്സിയുടെ ജാറിൽ ചെറുതായിട്ടൊരു പണി കിട്ടി. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ പിന്നെ അടിക്കാൻ നിന്നിട്ടില്ല. നന്നായിട്ട് ചെറിയ ഫൈനായിട്ടൊന്ന് കട്ട് ചെയ്ത് നെയ്യ് ഒഴിച്ചിട്ട് അതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ ചെയ്തത്. എന്നിട്ടത് നന്നായിട്ടൊന്ന് ഒതുക്കി കൊടുക്കുകയാണ്. അത് നല്ല സോഫ്റ്റ് ആയാലാണല്ലോ പൊടികളിലൊക്കെ ഒന്ന് മിക്സായി കിട്ടുള്ളൂ. പിന്നെ നമ്മുടെ ശർക്കരയുടെ ലിക്വിഡും എൻ്റെ അടുത്ത് ഓൾറെഡി ഉണ്ട് കേട്ടോ, ഞാൻ ഫ്രിഡ്ജിൽ ഇരിപ്പുണ്ട്. അപ്പോൾ ആവശ്യമുണ്ടെങ്കിൽ അതും കൂടി ഒഴിച്ചു കൊടുക്കാമെന്ന് വിചാരിച്ചു. പിന്നെ നമ്മുടെ വറുത്ത വെച്ചിട്ടുള്ള പൊടി ഇതിലേക്ക് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ എന്തൊക്കെയാണ് ഇൻഗ്രീഡിയൻസ് എന്നുള്ളത് ഞാൻ പേജിൽ തന്നെ കൊടുക്കാം. പിന്നെ ഇതിൻ്റെ റെസിപ്പി കാര്യങ്ങളൊക്കെ ഞാൻ ഷോർട്സിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതിൽ നോക്കിയാലും ഡിസ്ക്രിപ്ഷനിൽ നിന്ന് റെസിപ്പീസ് കിട്ടും. അങ്ങനെ നന്നായിട്ട് ഫൈൻ പൗഡറായിട്ട് പൊടിച്ച് ഈന്തപ്പഴവും നെയ്യും ഒക്കെ ആയിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനിയും നമുക്ക് ബോൾസ് ആക്കാൻ പറ്റുന്നില്ല എന്നാണെങ്കിൽ നമുക്ക് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ശർക്കരയുടെ വെള്ളവും കൂടി ഒഴിച്ചു കൊടുത്താൽ മതി കേട്ടോ. എന്നിട്ട് ചൂടാറി കഴിഞ്ഞ് കഴിയുമ്പോൾ ബോൾസാക്കി കുപ്പികളിലേക്ക് ആക്കി വെച്ചിട്ടുണ്ടെങ്കിൽ രാവിലെ ചായയുടെ കൂടെ ഭയങ്കര ഹെൽത്തിയുമാണ്. നല്ലൊരു ഹെൽത്തി ഓപ്ഷനാണ് കേട്ടോ ഇത്. എന്നേക്കായും ഇത് കഴിക്കാനായിട്ട് ഇക്കാക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് ആണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഞാൻ ആക്കി വെക്കാമെന്ന് വിചാരിച്ചത്. എപ്പോൾ ആക്കി വെച്ചാലും ആൾ കറക്റ്റായിട്ട് ഇത് എടുത്ത് കഴിക്കാറുണ്ട്. അപ്പോൾ ഈന്തപ്പഴം ഇതും കൊണ്ടൊന്നും ആവില്ല എന്ന് മനസ്സിലായി കഴിഞ്ഞപ്പോൾ ഞാൻ ശർക്കര ഒഴിച്ചു കൊടുക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ അടുത്ത് ഉരുക്കിയ ശർക്കര കുറച്ച് കുറവായിരുന്നു കേട്ടോ. പിന്നെ കുറച്ച് ശർക്കര ഞാൻ ഉരുക്കാൻ വേണ്ടിയിട്ട് വെച്ചു. അങ്ങനെ അതും കൂടി ഒഴിച്ചു കൊടുത്തേ പിന്നെയാണ് കേട്ടോ അത് സെറ്റായത്. ഞാൻ ഇത്ര അളവായിട്ടൊന്നും എടുക്കാറില്ല. സീഡ്സൊക്കെ അതിൻ്റേതായിട്ടുള്ളൊരു രീതിയിലാണ് എടുക്കുന്നത്. എല്ലാം ഈക്വലായിട്ടാണ് കേട്ടോ എടുക്കുന്നത്. പംകിൻ സീഡ്സും സൺഫ്ലവർ സീഡ്സും
ഫ്ലാക്സ് സീഡ്സ്, പിന്നെ 2 കളറ് സിസമി സീഡ്സ്, അത്രയാണ് കേട്ടോ ചേർക്കാറ്. അപ്പോൾ അതിനൊന്നും ഒരു പ്രത്യേക ക്വാണ്ടിറ്റി ഇല്ല, ഞാൻ എൻ്റെ ഒരു അളവിന് അങ്ങനെ എടുക്കുകയാണ് കേട്ടോ പതിവ്. ഫസ്റ്റ് ടൈം ഉണ്ടാക്കി കഴിഞ്ഞപ്പോൾ എന്തായാലും ഒരു ഐഡിയ കിട്ടി, അങ്ങനെ ആ ഒരു രീതിയിലാണ് ഉണ്ടാക്കുന്നത്. അങ്ങനെ അതേ ഞാനിപ്പോൾ ഉരുക്കിയതാണ് കേട്ടോ ഈ ഒരു ശർക്കര. അപ്പോൾ അതും കൂടി ഒഴിച്ചു കൊടുത്തേ പിന്നെയാണ് എനിക്ക് കറക്റ്റായിട്ട് അത് ബോൾസ് ആക്കാൻ വേണ്ടിയിട്ട് പറ്റിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇതൊരു നല്ലൊരു ഓപ്ഷനാണ്, നമുക്ക് ഹെൽത്തിന് മാത്രമല്ല ഹെയർ ഗ്രോത്തിനൊക്കെ ഭയങ്കര ഹെൽപ്ഫുള്ളാണെന്നാണ് കേട്ടോ പറയുന്നത്. ഹെയർ ഫോളും കാര്യങ്ങളും ഒരുപാടുള്ളവർക്കൊക്കെ ഡെയിലി ഇതൊരു ബോൾ കഴിക്കാം എന്നാണ് പറയുന്നത്. അപ്പോൾ എന്തായാലും നിങ്ങളൊന്ന് ഉണ്ടാക്കി ട്രൈ ചെയ്ത് നോക്ക്. അങ്ങനെ ഇത് പിറ്റേ ദിവസമാണ് കേട്ടോ. അപ്പോൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് ഇന്ന് പാസ്തയാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ രാവിലെ തന്നെ ചിക്കൻ്റെ ഒരു പീസ്, ബ്രസ്റ്റ് പീസ് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ അത് കട്ട് ചെയ്തിട്ട് ആദ്യം ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഗാർലിക് പൗഡർ, ഒനിയൻ പൗഡർ, പാപ്രിക്ക, ഒറിഗാനോ, സോൾട്ട്, സോയാ സോസൊക്കെ ആഡ് ചെയ്തിട്ട് ഞാൻ സ്ഥിരമായിട്ട് അങ്ങനെ തന്നെയാണ് ചെയ്യാറ്. അത് ഫ്രൈ ചെയ്തെടുത്തിട്ട് അതേ പാനിലേക്ക് തന്നെ ആദ്യം ഗാർലിക് ഒന്ന് വഴറ്റി കൊടുക്കുക, നന്നായിട്ട് ചോപ്പ് ചെയ്തത്, എന്നിട്ട് സവാളയൊക്കെ ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. അതൊന്ന് നന്നായിട്ട് വഴണ്ടി വരുമ്പോൾ നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ച ചിക്കനും വേവിച്ച് വെച്ച പാസ്തയൊക്കെ ആഡ് ചെയ്യുക. പിന്നെ കുറച്ച് ഫ്രഷ് ക്രീമും പാലും ഒക്കെ ഉണ്ടായി. പിന്നെ ചീസും ആവശ്യമുണ്ടെങ്കിൽ ഇട്ട് കൊടുക്കുക, ഓപ്ഷണലാണ്. ഇട്ടാൽ ടേസ്റ്റ് ആയിരിക്കും, കുട്ടികൾക്ക് നന്നായിട്ട് ഇഷ്ടപ്പെടും. എപ്പോഴും പാസ്ത നല്ല ക്രീമി ആയിട്ടിരിക്കണമെങ്കിൽ പാലും ഫ്രഷ് ക്രീമൊക്കെ ആഡ് ചെയ്യണം കേട്ടോ. പക്ഷേ ഇവിടെ അതൊരിക്കലും പോസിബിൾ ആവാറില്ല, കാരണം പാസ്തയുടെ ക്വാണ്ടിറ്റി കുറച്ച് കൂടുതലായിരിക്കും. ഞാൻ എപ്പോഴും ഒരു പാക്കറ്റ് പാസ്തയിലാണ് ഉണ്ടാക്കാറ്. അല്ലെങ്കിൽ ഇവിടെ തികയില്ല കേട്ടോ, കാരണം എല്ലാവർക്കും പാസ്ത ഭയങ്കര ഫേവറേറ്റ് ആണ്. അപ്പോൾ പാസ്തയുടെ ക്വാണ്ടിറ്റി കുറച്ചെടുത്താൽ മാത്രമേ നമുക്ക് ക്രീമി ആയിട്ട് കിട്ടുള്ളൂ. ഇപ്പോൾ ഒരാൾക്കോ 2 ആൾക്കോ ഉണ്ടാക്കുമ്പോൾ നമുക്ക് നല്ല രീതിയിൽ പാലും ഫ്രഷ് ക്രീമൊക്കെ ആയിട്ട് നല്ല ക്രീമി ആയിട്ട് ഉണ്ടാകും. അങ്ങനെ ഹാസിമിനെയും പ്ലേ സ്കൂളിലാക്കി ഇന്നത്തെ മഴ കാണാൻ വേണ്ടിയിട്ട് താഴെ വന്നതാണ് കേട്ടോ. ഇന്നത്തെ ഡേ സത്യം പറഞ്ഞ ഒരു സ്പെഷ്യൽ തന്നെയാണ്, കാരണം ഇതിൻ്റെ ഷോർട്ട് വീഡിയോക്ക് എനിക്ക് 2.4 മില്യൺ വ്യൂ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ ഇൻസ്റ്റാഗ്രാമിൽ. അതുകൊണ്ട് തന്നെ ഈ ഒരു ഡേ ഭയങ്കര സ്പെഷ്യലാണ്. ഇവിടെ ഒരുപാട് വണ്ടികൾ പോകുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ കുട്ടികളെല്ലാവരും ഫാസ്റ്റിൽ വരാൻ വേണ്ടിയിട്ട് പറയുമ്പോൾ അവർ ഓരോരുത്തരും വന്നിട്ട് വെള്ളം തെറിപ്പിച്ചിട്ട് പോകുമായിരുന്നു കേട്ടോ. കുട്ടികളുടെ എൻജോയ്മെൻറ്റ് കാണാനും മഴ എൻജോയ് ചെയ്യാനും വേണ്ടിയിട്ട് ഡ്രൈവർമാർ ഓരോരുത്തരായിട്ട് വന്നും പോയിക്കൊണ്ടേയിരുന്നു. അങ്ങനെ 1 മണിക്കൂർ 1.5 മണിക്കൂറോളം കുട്ടികൾ അവിടെ നന്നായിട്ട് തന്നെ എൻജോയ് ചെയ്തു. അപ്പോൾ വണ്ടികൾ ഇങ്ങനെ വരുന്നൊരു വീഡിയോ ആണ് കേട്ടോ ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അത് തന്നെയാണ് വൈറലായതും. അപ്പോൾ ഇന്നത്തെ ഡേ സത്യം പറഞ്ഞാൽ ഭയങ്കര സന്തോഷമുള്ളൊരു ദിവസമാണ്. ഞാൻ വളരെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് വളരെ റഫായിട്ടിട്ടൊരു വീഡിയോ ആണ് കേട്ടോ ഇത്രയും വ്യൂ പോയത്. ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല. പിന്നീട് അങ്ങോട്ട് ഇൻസ്റ്റാഗ്രാം തുറക്കാൻ പറ്റാത്തൊരവസ്ഥയായിരുന്നു കേട്ടോ, കാരണം എവിടെ നോക്കിയാലും വാസൽ വില്ലേജിലെ റെയിനിൻ്റെ വീഡിയോ ആണ്. നമ്മുടെ വൈറലായതുകൊണ്ടാണോ എന്തോ എപ്പോഴും ഈ ഒരു വീഡിയോസ് മാത്രമാണ് കേട്ടോ ഞാൻ കണ്ടുകൊണ്ടിരുന്നത്. അങ്ങനെ വൈകുന്നേരം വന്നിട്ടാണ് ഞാൻ ഫുഡ് കഴിക്കുന്നത്. ഞാൻ പറഞ്ഞില്ലേ, ഫിഷ് കറി കുറച്ചൊന്ന് തിക്കായി പോയിട്ടുണ്ട്. മല്ലിപ്പൊടി മാക്സിമം ഒഴിവാക്കുന്നതാണ് നല്ലത്, പ്രത്യേകിച്ച് മാന്തൽ വെക്കുമ്പോൾ. തലേദിവസം രാത്രിയാണ് കേട്ടോ ഞാൻ ഹെൽത്തി ബോൾസിൻ്റെ സെറ്റൊക്കെ ആക്കി വെച്ചത്. പക്ഷെ മടിയായിരുന്നു ബോൾസ് ആക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതിൻ്റെ ബാക്കി പണികൾ പിറ്റേ ദിവസമാണ് കേട്ടോ ചെയ്തത്. പണ്ടത്തെ പോലെയല്ല, നമ്മളൊന്ന് പുറത്തേക്ക് ഇറങ്ങി വന്ന് പിന്നെ വീട്ടിലെ കാര്യങ്ങൾ എന്തെങ്കിലുമൊക്കെ ചെയ്ത് ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും മാറുമ്പോഴത്തേനും രാത്രിയാവും കേട്ടോ. ഒന്നിനും സമയമില്ലാത്ത ഒരു അവസ്ഥയിലൂടെയാണ് പോകുന്നത്. ഈ ഒരാഴ്ച കൂടിയാണ് കേട്ടോ അവധിയുള്ളത്. നെക്സ്റ്റ് വീക്ക് തുടങ്ങി കുട്ടികൾക്ക് ഓൺലൈൻ ക്ലാസ് ആണ്. ഏറ്റവും ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ് കേട്ടോ കുട്ടികൾക്ക് ഓൺലൈൻ ക്ലാസ് എന്നുള്ളത്. നമ്മൾ വീട്ടിൽ തന്നെ കുട്ടികളുണ്ടാവും, അവരെങ്ങനെ മാനേജ് ചെയ്തുകൊണ്ടിരിക്കണം. അതിൻ്റെ ഇടയിൽ ഏറ്റവും സഹിക്കാൻ വയ്യാത്ത കാര്യം ഇടയിൽ എണീറ്റ് വന്നിട്ട് വിശക്കുന്നു എന്ന് പറയുന്നതാണ് കേട്ടോ. സ്കൂളിലേക്ക് പോവുകയാണെങ്കിൽ 2 ലഞ്ച് ബോക്സിൽ കാര്യം കഴിയും. പക്ഷേ വീട്ടിലിരിക്കുമ്പോൾ എവിടെന്നാ ഇങ്ങനെ വിശപ്പ് വരണേന്ന് മനസ്സിലാവില്ല കേട്ടോ. എല്ലാ വീട്ടിലും ഏകദേശം ഇതൊക്കെ തന്നെയായിരിക്കും അവസ്ഥ. ഇനി ഇത് നെക്സ്റ്റ് ഡേ ആണ് കേട്ടോ. അപ്പോൾ ഇന്ന് രാത്രിയാണ് കേട്ടോ മഴയുള്ളത്. അതേപോലെ തന്നെ നല്ല കനത്ത മിന്നലും ഇടിയും ഒക്കെ ഉണ്ടാവുമെന്നാണ് കേട്ടോ പറഞ്ഞേക്കുന്നത്. അപ്പോൾ ഒക്കെ ഇന്ന് ജിമ്മൊക്കെ കഴിഞ്ഞ് വന്നു കഴിഞ്ഞപ്പോൾ നല്ല ബീഫ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. നാട്ടിൽ നിന്നുള്ള ബീഫ് ഇല്ലാത്തതുകൊണ്ട് തന്നെ ഇപ്പോൾ അറുത്ത ഫ്രഷ് ബീഫായിരുന്നു കേട്ടോ. അപ്പോൾ അത് കയ്യോടെ കറി വെക്കാൻ പറഞ്ഞ് തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതെന്തായാലും എല്ലാം ഒന്ന് നന്നാക്കി ക്ലീൻ ചെയ്തെടുക്കുകയാണ്, സവാളയൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കുകയാണ്. ഞാൻ സ്ഥിരമായിട്ട് പള്ളിക്കറിയാണ് ഒരുപാട് നാളായിട്ട് ഉണ്ടാക്കുന്നത്. അപ്പോൾ അത് തന്നെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകൊക്കെ ജസ്റ്റ് ഒന്ന് ഒതുക്കിയെടുത്തു. അപ്പോൾ ആദ്യം ചെറിയ കുക്കർ എടുത്തെങ്കിലും മസാല എല്ലാം കൂടി വരുമ്പോൾ അത്യാവശ്യം ടൈറ്റായിട്ട് വരും. മാത്രമല്ല 1.5 കിലോ ബീഫ് ഉണ്ട് കേട്ടോ. അപ്പോൾ എന്തായാലും ഉണ്ടാക്കിയിട്ട് കുറച്ച് എടുത്ത് ഫ്രിഡ്ജിലേക്ക് വെക്കാമെന്നാണ് ഞാൻ വിചാരിക്കണേ. അങ്ങനെ കുക്കറൊക്കെ വെച്ച് എല്ലാം പള്ളിക്കറി വെക്കുന്ന ആ ഒരു രീതിയിൽ ഉണ്ടാക്കാമെന്ന് വിചാരിച്ച് വന്നപ്പോഴാണ്
ഇക്ക പറഞ്ഞത് ഈ രീതിയിൽ വെക്കുന്നത്. ഇക്കാക്ക് ഇങ്ങനെ ചില സമയത്ത് ഇങ്ങനെ ഒരു ഇടപെടലുകളുണ്ട്. കുക്കിങ്ങിൻ്റെ കാര്യത്തിൽ സത്യം പറഞ്ഞാൽ എനിക്ക് തീരെ ഇഷ്ടമാകാറില്ല. ഞാൻ എന്തെങ്കിലും ഒന്ന് പ്ലാൻ ചെയ്ത് വരുമ്പോൾ അതിന് ഓപ്പോസിറ്റ് എന്തെങ്കിലും ആയിട്ട് വരും കേട്ടോ. പിന്നെ സൺഡേ ഒക്കെ അല്ലേ, നല്ലൊരു ദിവസമാണല്ലോ, തല്ലുപിടിക്കണ്ടെന്ന് വിചാരിച്ച് ആൾ പറഞ്ഞ അതേ രീതിയിൽ ഞാൻ പരിപാടി തുടങ്ങിയിട്ടുണ്ട്. ഇത് പ്രത്യേകിച്ച് വേറൊന്നുമില്ല, നോർമൽ രീതിയിൽ തന്നെ കുറച്ച് തൈര് ആഡ് ചെയ്യുമെന്നുള്ളതുള്ളൂ കേട്ടോ. പിന്നെ പള്ളിക്കറിക്കാണെങ്കിൽ അതിൻ്റേതായൊരു ഡിഫറൻസ് ഉണ്ട്. ആദ്യം തന്നെ ബീഫ് വഴറ്റിയെടുക്കും നമ്മൾ വെളിച്ചെണ്ണയിൽ. ഇത് വെളിച്ചെണ്ണയിൽ ആദ്യം സവാളയും ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകൊക്കെ നന്നായിട്ട് വഴറ്റിയെടുത്തിട്ട് അതിലേക്ക് പൊടികൾ ഇട്ട് കൊടുക്കണം. സവാള അത്യാവശ്യം നന്നായിട്ട് തന്നെ വഴണ്ട് വരണം കേട്ടോ, കുറച്ച് ക്ഷമയെടുത്ത് തന്നെ വഴറ്റിയെടുക്കണം. എന്നിട്ട് അതിലേക്ക് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി, കുരുമുളക് പൊടി എല്ലാം കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വറുത്തെടുക്കുക. അതിനുശേഷം തക്കാളി ഇട്ട് കൊടുക്കണം. അങ്ങനെ തക്കാളിയും നന്നായിട്ട് വഴണ്ട് വന്നു കഴിയുമ്പോൾ നമ്മുടെ ബീഫ് ഇട്ടിട്ട് തൈര് ആഡ് ചെയ്ത് കൊടുക്കണം കേട്ടോ. അതാണ് ഇതിൻ്റെ ഒരു ഡിഫറൻസ് ഉള്ളത്. അപ്പോൾ ആൾ പറഞ്ഞൊരു രീതി അതാണ്. പിന്നെ ഞാൻ നോർമൽ റൈസ് തന്നെ മട്ട റൈസ് വെക്കാമെന്നാണ് കേട്ടോ വിചാരിച്ചത്. ഞാൻ നെയ്ച്ചോറിൻ്റെ റൈസ് നോക്കിയപ്പോൾ അതും കുറവായിരുന്നു. അപ്പോൾ നോർമൽ റൈസും ബീഫ് കറിയും ഇവിടെ എല്ലാവർക്കും ഇഷ്ടമാണ്, കുഴപ്പമൊന്നുമില്ല. അപ്പോൾ തക്കാളിയും കുറച്ച് കൂടുതൽ വേണം കേട്ടോ, നല്ല പഴുത്ത തക്കാളി ഒരു 2-3 വേണം. ഇത് 1.5 കിലോ ബീഫാണ് കേട്ടോ, അപ്പോൾ അതനുസരിച്ച് കൂടുതലായിട്ടാണ് എല്ലാം എടുത്തേക്കണേ. അപ്പോൾ അരിയൊക്കെ അതേ നന്നായിട്ട് കഴുകി ചെറിയ കുക്കറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഹാസിമിനെ എന്തായാലും പ്ലേ സ്കൂളിലാക്കാൻ വേണ്ടിയിട്ട് കുളിപ്പിച്ച് റെഡിയാക്കുന്ന പരിപാടിയും കൂടിയും ഇതിൻ്റെ ഇടയിൽ നടക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ആൾക്ക് ചെറിയൊരു സ്നാക്സ് ബോക്സും ഒക്കെ എടുക്കണം. പിന്നെ വെള്ളവും വേറെ ഒന്നും കൊടുത്തു വിടേണ്ട ആവശ്യമില്ല. ഇവിടുത്തെ അത്യാവശ്യം എല്ലാ പ്ലേ സ്കൂളുകളും ക്ലോസ്ഡ് ആണ്, എല്ലാവിടെയും ഓൺലൈനാണ്. പക്ഷേ ഹാസിമിൻ്റെ പ്ലേ സ്കൂൾ മാത്രം ഇനി ജിമ്മിൻ്റെ അകത്തായതുകൊണ്ടാണോ എന്താണെന്ന് അറിയില്ല, അത് മാത്രം ലൈവായിട്ട് തന്നെ അൽഹംദുലില്ലാ നടക്കുന്നുണ്ട്. അപ്പോൾ അത് ഭയങ്കര ഒരു ആശ്വാസമാണ് കേട്ടോ. കുട്ടികളെ എത്രയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ വീട്ടിൽ തന്നെ ഇങ്ങനെ ഇരുത്തുന്നത് അതും ഭയങ്കര ഒരു ബുദ്ധിമുട്ടുള്ള കാര്യമാണല്ലോ. അപ്പോൾ അവന് കൊടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ ആപ്പിളൊക്കെ ഒന്ന് തൊണ്ട് കളഞ്ഞ് ഒന്ന് സെറ്റാക്കി വെക്കുന്നുണ്ട്. പിന്നെ കുറച്ച് മുന്തിരി ഇരിപ്പുണ്ടായിരുന്നു. പിന്നെ തലേദിവസം വൈകുന്നേരം ഞാൻ കുറച്ച് പഴം പൊരിച്ചിട്ടുണ്ടായിരുന്നു, അപ്പോൾ അതും 2 ബാക്കിയുണ്ടായി. അത് നന്നായിട്ടൊന്ന് ചൂടാക്കിയിട്ട് ഫോയിലൊന്ന് ഫോൾഡ് ചെയ്ത് അതും വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഒരു 4 hours കേട്ടോ അവന് പ്ലേ സ്കൂളുള്ളത്. അപ്പോൾ ഹാസിമിനെ ആക്കുന്ന ഡ്യൂട്ടി ഹംദാനും ഹാറൂനാണ്. ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഹാറൂനാണ് ആക്കുന്നതെങ്കിൽ ഹംദാൻ വിളിക്കും, ഹംദാനാണ് ആക്കുന്നതെങ്കിൽ ഹാറൂൻ വിളിക്കും. അങ്ങനെ 2 ചേട്ടന്മാരുമാണ് ആക്കലും വിളിക്കലൊക്കെ. പോകാൻ വേണ്ടിയിട്ട് ഇറങ്ങി അവൻ എന്നുള്ളതാണ് കേട്ടോ. കാർ എടുത്തിട്ടില്ല എന്നും പറഞ്ഞ് രണ്ടാമത് തിരിച്ചു വരും. എന്നിട്ട് ആള് പ്ലാൻ ചെയ്തിട്ടുള്ള ഏതെങ്കിലും കളറ് കാറുകളൊക്കെ ബാഗിൻ്റെ അകത്ത് എടുത്ത് വെക്കും. ടീച്ചർ സ്ട്രിക്റ്റ് ആയിട്ട് പറയാറുണ്ട് കേട്ടോ കാറ് കൊടുത്തയക്കരുതെന്ന്, കാരണം ചില സമയത്ത് മിസ്സിങ് ആവാറുണ്ട്. പക്ഷെ പോരാൻ നേരത്തുള്ള കരച്ചിലും ഇതൊക്കെ കാണുമ്പോൾ ഞാൻ വിചാരിക്കും എങ്ങനെയെങ്കിലും കുഴപ്പമില്ല പോട്ടെ എന്ന് വിചാരിക്കും. അങ്ങനെ ഇതിൻ്റെ ഇടയിൽ ബീഫ് വെന്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ബീഫ് നോക്കിക്കഴിഞ്ഞപ്പോൾ അത്യാവശ്യം മസാല കുറവുണ്ട് കേട്ടോ, കാരണം 1.5 കിലോ ബീഫ് ഉള്ളത് കൊണ്ട് തന്നെ ഞാനിട്ട പൊടികളൊക്കെ കുറച്ച് കുറവാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചു പള്ളിക്കറി ബീഫിലിടുന്ന ഞാൻ വറുത്ത് പൊടിക്കാറുള്ള എല്ലാ സാധനങ്ങളും വറുത്ത് പൊടിച്ചിട്ട് ഇതിലേക്ക് ആഡ് ചെയ്യാമെന്ന് വിചാരിച്ചു. അങ്ങനെ നമ്മുടെ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് തേങ്ങാക്കൊത്തൊക്കെ ഒന്ന് കട്ട് ചെയ്ത് കറിവേപ്പിലയും കൂടി ഇട്ടിട്ട് വലിയ ജീരകം, മുഴുവൻ മല്ലി, കുരുമുളകും കൊല്ലമുളകും ഇത്രയും നന്നായിട്ട് മുഴുവനെ തന്നെ നന്നായിട്ട് വറുത്ത് പൊടിച്ചെടുക്കാം കേട്ടോ. ആ പൊടിയാണ് ഈ ആഡ് ചെയ്ത് കൊടുക്കുന്നത്. നമുക്ക് പൊടിയോ മസാലയൊക്കെ ബാക്കിയുണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനെ ചെയ്താൽ മതി. ഇതിന് നല്ല പ്രത്യേക ഒരു ഫ്ലേവറാണ്. പെരുംജീരകം നിർബന്ധമായിട്ടും വേണം കേട്ടോ. അപ്പോൾ അതൊക്കെ ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് വെളിച്ചെണ്ണയിൽ വറുത്തെടുത്ത് നമ്മൾ വേവിച്ച ബീഫും അങ്ങോട്ട് അതിലേക്ക് ഇട്ട് കൊടുത്താൽ മതി. സംഭവം സെറ്റാണ്. അപ്പോൾ ഇക്കാക്ക് എവിടെയോ എമർജൻസി ആയിട്ട് പോകാനുണ്ട്. അപ്പോൾ ആൾ ഫുഡിങ്ങിന് വേണ്ടിയിട്ട് വെയിറ്റിംഗ് ആണ് കേട്ടോ. അപ്പോൾ ആ സമയത്ത് പുറത്ത് മഴയും തുടങ്ങിയിട്ടുണ്ട്. മഴ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചെറിയ മഴയൊന്നുമല്ല, നല്ല ഹെവി ആയിട്ട് നാട്ടിൽ പെയ്യുന്നതിൻ്റെ ഡബിളായിട്ടുള്ള മഴയാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ല രസമാണ് പുറത്തേക്ക് നോക്കി നിൽക്കാൻ തന്നെ. അപ്പോൾ ഇക്കാക്ക് തിരക്കുള്ളതുകൊണ്ട് തന്നെ എൻ്റെ കുളി നിസ്കാരങ്ങളൊക്കെ ഞാൻ മാറ്റി വെച്ചേക്കാണ് കേട്ടോ. ഇവർക്ക് ഫുഡ് കൊടുത്തതിന് ശേഷം ആ പണിക്ക് നിൽക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ കറി റെഡിയായിട്ട് ഇക്കാക്കും പിള്ളേർക്കും ഞാൻ വേഗം ഫുഡ് കൊടുത്തു. ആ പരിപാടികളൊക്കെ കഴിഞ്ഞിട്ടാണ് കേട്ടോ ഞാൻ എൻ്റെ പണികൾക്ക് ഇറങ്ങിയത്. അങ്ങനെ പുറത്ത് കുറച്ച് നേരം മഴ നോക്കിയെന്ന് നേരം പോയിട്ടാണ്. അത് കഴിഞ്ഞിട്ട് നമ്മുടെ റൈസിന് വേണ്ടിയിട്ട് കുറച്ച് സാലഡ് ആക്കണം, പപ്പടവും കൂടി പൊരിച്ചാൽ മതി. ബാക്കി പണികളെല്ലാം കഴിഞ്ഞു. തുള്ളിക്കൊരു ഇടം എന്നൊക്കെ പറയില്ലേ, ആ ഒരു രീതിയിലുള്ള മഴയായിരുന്നു കേട്ടോ. ഭാഗ്യത്തിന് ഹാറൂൻ ഹാസിമിനെ പ്ലേ സ്കൂളിലൊക്കെ ആക്കി വേഗം തിരിച്ചെത്തിയിട്ടുണ്ട്. അല്ലെങ്കിൽ 2 പേരും മഴവെള്ളത്തിൽ കുളിച്ചേനെ. തലേദിവസം ഹംദാനാണ് കേട്ടോ ഹാസിമിനെ ആക്കാൻ പോയത്. പോണ വഴിക്ക് മഴച്ചാറ്റിൽ കൊണ്ട് ഡ്രസ്സെല്ലാം നനഞ്ഞു. പിന്നെ രണ്ടാമത് നമ്മൾ ഡ്രസ്സ് കൊണ്ടുപോയി കൊടുക്കേണ്ട വന്നിട്ടോ.
ഏതൊക്കെ ക്ലൈമറ്റ് വന്നു പോയാലും ഈ മഴ കണ്ടുനിൽക്കുക എന്ന് പറയുമ്പോൾ ഒരു സന്തോഷമുണ്ടല്ലോ, അത് വേറെ തന്നെയാണ്. അതിൻ്റെ കൂടെ നല്ലൊരു കാറ്റും ഒക്കെ ആകുമ്പോൾ മനസ്സിന് വല്ലാത്തൊരു സന്തോഷമാണ് കേട്ടോ. പ്രത്യേകിച്ച് ഇന്ന് സൺഡേ കൂടിയാണ്. അങ്ങനെ ഞങ്ങളെല്ലാവരും ബാൽക്കണിയിൽ നിന്ന് കുറേ നേരം മഴ ആസ്വദിച്ച് നിന്നു. പക്ഷേ ഇവിടുത്തെ ചില സ്ഥലങ്ങളിൽ പെട്ടെന്നായിരിക്കട്ടെ വെള്ളക്കെട്ടും കാര്യങ്ങളൊക്കെ വരുന്നത്. അപ്പോൾ അതുകൊണ്ട് ബ്ലോക്കും കാര്യങ്ങളും ഉണ്ടാവും, ഒരുപാട് സ്ഥലങ്ങളിൽ വെള്ളം കയറും, അങ്ങനത്തെ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാവും. എന്നിരുന്നാലും നമുക്ക് വീട്ടിൽ നിന്ന് ആ ഒരു കാഴ്ച അത് ഭയങ്കര രസമായിരുന്നു. അങ്ങനെ ബാക്കി പരിപാടികളിലേക്ക് ഇറങ്ങി. എനിക്ക് എൻ്റെ ഫ്രണ്ട് ഉണ്ടാക്കിയ പപ്പടമാണ് കേട്ടോ ഇത്. അവൾ കൊണ്ടുവന്ന് തന്നിട്ട് കുറേ നാളായി. ഒരു 3-4 എണ്ണം കൂടി എനിക്ക് ബാക്കിയുണ്ടായിരുന്നു. അത് വീട്ടിൽ ഹോം മെയ്ഡ് ആയതുകൊണ്ട് തന്നെ കേടൊന്നും ആവില്ല കേട്ടോ, എത്ര നാൾ വേണമെങ്കിലും ഇരിക്കും. അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ ബാക്കിയുള്ളതൊന്ന് ഫ്രൈ ചെയ്തെടുക്കുകയാണ്. പിന്നെ നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന ഒരു പപ്പടം ഉണ്ടല്ലോ, ഈ ഒരു പല ഷേപ്പിലുള്ളത്, അപ്പോൾ അതും ഉണ്ടായിരുന്നു. അപ്പോൾ അത് രണ്ടും ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുകയാണ്. പിന്നെ ഉണ്ടാക്കി ചൂടാറിക്കഴിഞ്ഞാൽ ഉടനെ തന്നെ ഒരു ബോക്സിലാക്കി ഫ്രിഡ്ജിലേക്ക് വെക്കുന്നത് നല്ലതാണ് കേട്ടോ. കാരണം ഇത്രയും ബീഫ് പിന്നെയും നമ്മൾ ചൂടാക്കുമ്പോൾ അതൊരു പഴകിയ പോലെ ആവുമല്ലോ. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റിനും പിറ്റേ ദിവസത്തേക്ക് എടുക്കാം. അതല്ലെങ്കിൽ കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് എടുക്കാനാണെങ്കിൽ ചൂടാറിയതിന് ശേഷം നമുക്ക് ഫ്രീസറിലേക്ക് എടുത്ത് മാറ്റാം. അങ്ങനെ ചെയ്യാം കേട്ടോ. നമ്മൾ എപ്പോഴും കുറച്ച് കൂടുതലാണ് വെക്കുന്നതെങ്കിൽ അതിൽ നിന്ന് കുറച്ചെടുത്ത് ഒരു ബൗളിലേക്ക് മാറ്റിയെടുത്ത് വെക്കുന്നത് നല്ലതാണ്. വേറൊരു ദിവസത്തേക്ക് അല്ലെങ്കിൽ ഒരു കറി ഇല്ലാത്തൊരു ദിവസം നമുക്ക് എടുത്തത് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. അങ്ങനെയൊക്കെ പിള്ളേർക്കും ഒക്കെ ഫുഡ് എടുക്കുകയാണ് കേട്ടോ, കറിയൊക്കെ എടുക്കുകയാണ്. നമ്മുടെ നോർമൽ സാലഡാണ് കേട്ടോ ഇതിന് ഇവിടെ എല്ലാവർക്കും ഇഷ്ടം. നമ്മുടെ സവാളയും തക്കാളിയും പച്ചമുളകും നല്ല ഫൈനായിട്ട് കട്ട് ചെയ്തെടുക്കണം, ഒരുപാട് കനമൊന്നും ഇല്ലാതെ കട്ട് ചെയ്തെടുക്കണം. ആദ്യം സവാള കുറച്ച് ഉപ്പിട്ട് നന്നായിട്ട് തിരുമ്മി എടുക്കണം. എന്നിട്ട് അതിലേക്ക് തക്കാളിയും പച്ചമുളകും പിന്നെ നമ്മുടെ വിനാഗിരിയൊക്കെ ഒഴിച്ചിട്ട് സെറ്റാക്കി എടുക്കണം കേട്ടോ. അതും ഇവിടുത്തെ ഒരു ഫേവറേറ്റാണ്, തൈരില്ലാത്ത സാലഡ്. അങ്ങനെ അതും പപ്പടമൊക്കെ ആയിട്ട് ഫുഡ് എടുക്കുകയാണ്. കാക്ക എവിടെയോ പോകാനുണ്ട് കേട്ടോ. ഇന്ന് മഴയാണ്, പുറത്തേക്ക് ഇറങ്ങിയ ബ്ലോക്കൊക്കെയാണ്. പക്ഷേ പറഞ്ഞിട്ട് കാര്യമില്ല, ചിലപ്പോൾ തിരക്ക് വരുമ്പോൾ അങ്ങനെയാണ്, പോകണമെന്നും പറഞ്ഞിട്ട് അങ്ങനെ ഇറങ്ങും. ഇന്ന് യാത്രകൾ ഒഴിവാക്കണം, ലോങ് യാത്രകളെല്ലാം ഒഴിവാക്കണം എന്നുള്ള മെസ്സേജും കാര്യങ്ങളൊക്കെ നമുക്ക് വരും കേട്ടോ, വലിയ മഴയൊക്കെ വരുന്ന സമയത്ത്. അങ്ങനെ ഹംദാനും നെയ്ക്കായും ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെയൊക്കെ പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ ഉള്ള ഒരു വ്യൂ ആണ് കേട്ടോ ഈ കാണുന്നത്. ചില സ്ഥലങ്ങളിൽ വണ്ടി പോകാൻ ഭയങ്കര പാടാണ് കേട്ടോ. അങ്ങനെ വരുമ്പോൾ ബ്ലോക്കും ഭയങ്കരമായിട്ട് എഫക്റ്റ് ചെയ്യും. അങ്ങനെ എൻ്റെ കുളി നിസ്കാരമൊക്കെ കഴിഞ്ഞ് എൻ്റെ റൗണ്ട് എത്തിയിട്ടുണ്ട്. അങ്ങനെ ഫുഡ് അടിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഇന്ന് വൈകിട്ട് ചായ പരിപാടി ഉണ്ട് കേട്ടോ. കാരണം മഴയൊക്കെ കഴിഞ്ഞ് തോർന്നിരിക്കുന്ന ഈ ഒരു ക്ലൈമറ്റ് ഭയങ്കര രസമാണ് കേട്ടോ, നല്ല കാറ്റും ഉണ്ട് പുറത്ത്. അപ്പോൾ എന്തായാലും ഹാസിമിൻ പ്ലേ സ്കൂളിലാണല്ലോ, അപ്പോൾ ഒന്ന് ചായ കുടിക്കാൻ വേണ്ടിയിട്ട് പുറത്തേക്ക് ഇറങ്ങിയതാണ്. പാർക്കിലൊക്കെ ആണെങ്കിലും ചില സ്ഥലങ്ങളിൽ വെള്ളം കെട്ടിക്കിടക്കുന്നുണ്ട്. നല്ലൊരു ക്ലൈമറ്റ് കേട്ടോ, നല്ല തണുത്ത കാറ്റും ഒക്കെ ആയിട്ട്. ചില സ്ഥലങ്ങൾ പെട്ടെന്ന് തന്നെ ഡ്രൈ ആവും, ചില സ്ഥലങ്ങളിൽ ഇത് ഇപ്പോഴും വെള്ളക്കെട്ടുണ്ട്, പാർക്കിലൊക്കെ പ്രത്യേകിച്ചും. അങ്ങനെ നേരെ ഫോർ സ്ക്വയറിലേക്ക് പോയിട്ടാണ്. വൈകിട്ട് ഒരു 2-3 മണിക്കൂറാണ് ഞാൻ അങ്ങനെ ഒരു ബ്രേക്ക് എടുക്കാറ്. ഹാസിമ് പ്ലേ സ്കൂളിലായിരിക്കും. അതൊരു റിലാക്സിങ് തന്നെയാണ് കേട്ടോ, പിറ്റേ ദിവസത്തേക്ക് വേണ്ടിയിട്ടുള്ളൊരു എനർജി കൂടിയാണ്. അപ്പോൾ ഇവിടെ വെള്ളക്കെട്ടുള്ള സ്ഥലങ്ങളൊക്കെ ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്, പിള്ളേർ അതിൻ്റെ കൂടെ കളിക്കുന്നുണ്ട്. അങ്ങനെ ചായയും ചിക്കൻ റോളും മിനി ബർഗറൊക്കെ ഓർഡർ ചെയ്ത് അതേ ഫുഡൊക്കെ കഴിച്ചു. അതേ വൈകുന്നേരം ബാങ്ക് കൊടുക്കുന്ന സമയമൊക്കെ ആയിക്കഴിഞ്ഞപ്പോൾ നല്ലൊരു കാറ്റും ഒക്കെ ഉണ്ട്. അങ്ങനെ ഞാൻ നേരെ പള്ളിയിലേക്ക് പോയി നിസ്കാരവും കാര്യമൊക്കെ കഴിഞ്ഞ് പിന്നെ ഹാസിമിനെയും വിളിച്ച് തിരിച്ച് വീട്ടിലേക്ക് പോന്നു. ഹാസിമിനെ വിളിച്ച് ഡയറക്റ്റ് വീട്ടിലേക്ക് പോരുക എന്നുള്ളത് ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമാണ് കേട്ടോ. ആൾ പല ഷോപ്പുകളിൽ സ്റ്റിക്ക് ഓൺ ചെയ്യും. പിന്നെ അവിടെ നിന്ന് ഇറക്കി കൊണ്ടുവരിക എന്നുള്ളത് നമ്മുടെ ഒരു ഡ്യൂട്ടിയാണ്. നല്ല പണിയാണ് കേട്ടോ അവനെ വീട്ടിലൊന്ന് എത്തിക്കുക എന്നുള്ളത്. സൺഡേ പൊതുവെ ഇക്കാക്ക് ഭയങ്കര സന്തോഷവും ഒക്കെ ഉള്ളൊരു ദിവസമാണ് കേട്ടോ. അപ്പോൾ അന്ന് എപ്പോഴും എന്തെങ്കിലുമൊക്കെ ഫുഡുകൾ ആൾക്ക് ഇഷ്ടമുള്ളത് ഇങ്ങനെ ചോദിക്കും. അപ്പോൾ ഇവിടെ എല്ലാവർക്കും ഭയങ്കര ഫേവറേറ്റ് ആണ് കേട്ടോ സേമിയ പായസം. അപ്പോൾ രാത്രി ആയപ്പോൾ എല്ലാവർക്കും സേമിയ പായസം കൊടുക്കണം, പ്രത്യേകിച്ച് ഇക്കാക്ക്. അപ്പോൾ എന്തായാലും ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. ഒരു 10 മിനിറ്റത്തെ പണിയല്ലേ ഉള്ളൂ. ഫുഡും കാര്യങ്ങളൊക്കെ ബാക്കിയുണ്ട്. അതിനും രാത്രി ആരും ചോറ് കഴിക്കില്ല കേട്ടോ. പിള്ളേർക്ക് ഞാൻ ചോറ് തന്നെയാണ് കൊടുക്കാറ്, ഇക്ക ചപ്പാത്തി അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിരിക്കും. അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് പായസമൊക്കെ കുടിച്ച് കഴിഞ്ഞപ്പോൾ തന്നെ മിന്നൽ സ്റ്റാർട്ട് ചെയ്തിട്ടാണ്. അങ്ങനെയാണ് മഴ ആദ്യം തുടങ്ങുന്നത്. മിന്നലെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല പേടിയാവും കേട്ടോ, കാരണം അതുപോലെ ഇറങ്ങി വെട്ടുന്നൊരു മിന്നലായിരുന്നു.
പിള്ളേരൊക്കെ ഞാൻ അകത്തേക്ക് കൊണ്ടുപോയി. എല്ലാവരും മിന്നൽ വന്നപ്പോൾ കാണാൻ വേണ്ടിയിട്ട് ബാൽക്കണിയിലേക്ക് ഇറങ്ങാട്ടെ. ഞാൻ വേഗം എല്ലാവരും അകത്തേക്ക് കയറ്റിയിട്ട് ബാൽക്കണിയൊക്കെ ക്ലോസ് ചെയ്തു. ഞാൻ ആ ഒരു ഗ്രില്ലിൻ്റെ ഇപ്പുറത്ത് നിന്നിട്ടാണ് കേട്ടോ വീഡിയോ എടുക്കണത്. സത്യം പറഞ്ഞാൽ എനിക്ക് ഭയങ്കര പേടിയാണ് മിന്നൽ. പണ്ടേ തുടങ്ങി എനിക്ക് അങ്ങനെയാണ്. അത് കഴിഞ്ഞ് ചെറിയൊരു ഇടിയോടും ചെറിയൊരു മഴയോടും കൂടിയിട്ട് സംഭവം സ്റ്റാർട്ട് ചെയ്തു. ഞങ്ങളൊരു സിനിമയൊക്കെ കണ്ടിരിക്കുകയായിരുന്നു. ഫുഡ് അടിയൊക്കെ കഴിഞ്ഞ് പായസമൊക്കെ കുടിച്ചിരിക്കുകയായിരുന്നു. എന്തായാലും കിടക്കാറായിട്ടുണ്ട് കേട്ടോ. ഓൾമോസ്റ്റ് ഒരു 11:30-12 മണിയൊക്കെ ആയിട്ടുണ്ട്. മിന്നൽ തുടങ്ങി ഞാൻ പിള്ളേരോട് TV ഓഫ് ചെയ്യാൻ പറയണതാണ് കേട്ടോ. പിള്ളേരാണെങ്കിൽ കേൾക്കണമില്ല, ഏതോ ഒരു സിനിമ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇക്കാര്യം പറയുന്നുണ്ട്. ലാസ്റ്റ് എനിക്ക് പേടിയായി കഴിഞ്ഞപ്പോൾ ഞാനൊരു റൂമിൻ്റെ അകത്ത് പോയി ഇരിക്കാൻ തുടങ്ങിയിട്ടാ. പക്ഷെ കർട്ടൻ ഇടാത്തതുകൊണ്ട് നല്ല ക്ലോസ് ആണെങ്കിൽ കൂടി നന്നായിട്ട് കാണാട്ടോ മിന്നലടിക്കുന്നത്. പേടിയായിട്ട് വയ്യായിരുന്നു മിന്നൽ മാത്രമുള്ള സമയത്ത്. മഴയും കൂടി വന്നപ്പോഴാണ് നമുക്കൊരു സമാധാനമായത്. കോരിച്ചൊരിയുന്ന മഴയായിരുന്നു കേട്ടോ. കൂടെ ഇടിയും മിന്നലും. ഭയങ്കര രസമായിരുന്നു കാണാനായിട്ട്. കൂടെ മനസ്സിന് ഭയങ്കര ഒരു ടെൻഷനും ഉണ്ട്, എന്നാൽ സന്തോഷമുണ്ട്. അങ്ങനെ ഒരു അവസ്ഥയാണ് കേട്ടോ എല്ലാം കൂടി കാണുമ്പോൾ. ഇപ്പോഴത്തെ ദുബായിയുടെ ഒരു അവസ്ഥ തന്നെ വളരെ മോശം രീതിയിലാണ് കടന്നു പോകുന്നത്. കൂടെ ഇങ്ങനത്തെ കുറേ സംഭവങ്ങളും ഇത്രയും നാളും ഇല്ലാത്തൊരു ക്ലൈമറ്റും കാലാവസ്ഥയും പ്രതിസന്ധികളും ഒക്കെയാണ് നമ്മൾ ഫേസ് ചെയ്ത് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇനി നാളെ എന്താവും ഏതാകും എന്നുള്ള ചിന്തയിലാണ് ഇവിടെയുള്ള ഓരോരുത്തരും, ഓരോ ഫാമിലീസും. പക്ഷേ ഈ നാട്ടിൽ പിടിച്ചു നിർത്തുന്ന എന്തൊക്കെയോ കാര്യങ്ങൾ ഇവിടെ ഉണ്ട് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഹോപ്പ് ഫോർ ദ ബെസ്റ്റ് എന്ന് മാത്രമേ പറയാൻ പറ്റുള്ളൂ. എല്ലാ പരീക്ഷണങ്ങളിൽ നിന്നും ശക്തിയോടുകൂടി തന്നെ പഴയൊരു ദുബായിലേക്ക് തന്നെ തിരിച്ചു വരട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുകയാണ് കേട്ടോ ഈ ഒരു സമയത്ത്. അപ്പോൾ ഇത്രയൊക്കെയാണ് ഈ 5 ദിവസത്തെ മഴ വിശേഷങ്ങൾ. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. മറ്റൊരു വ്ളോഗിൽ വീണ്ടും കാണാം. ഓക്കെ ബൈ, താങ്ക് യു, അസ്സലാമു അലൈക്കും.